മലയാളികൾക്കെല്ലാം ഏറെ സുപരിചിതയായ നടിയാണ് വിനയ പ്രസാദ്. മണിച്ചിത്രത്താഴ് എന്നൊരൊറ്റ സിനിമ മാത്രം മതിയാകും വിനയെ ഓർക്കാൻ. ഫാസിൽ സംവിധാനം ചെയ്ത 1993 പുറത്തിറങ്ങിയ ചിത്രമാണ് ഇത്. മധുമുട്ടം തിരക്കഥ ഒരുക്കിയ മണിച്ചിത്രത്താഴ് മലയാളത്തിലെ ഏറ്റവും മികച്ച സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലറായാണ് കണക്കാക്കപ്പെടുന്നത്. വിനയ്ക്ക് പുറമെ മോഹൻലാൽ, ശോഭന, സുരേഷ് ഗോപി എന്നിവരായിരുന്നു ഈ സിനിമയിൽ ഒന്നിച്ചത്. കൂടാതെ നെടുമുടി വേണു, തിലകൻ, ഇന്നസെന്റ്, KPC ലളിത, പപ്പു, ശ്രീധർ, ഗണേഷ് കുമാർ, സുധീഷ് എന്നിവരും മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു. മണിച്ചിത്രത്താഴിൽ മോഹൻലാൽ സണ്ണിയായപ്പോൾ വിനയ ശ്രീദേവി എന്ന കഥാപാത്രവുമായാണ് എത്തിയത്. ശ്രീദേവിയും സണ്ണിയും തമ്മിലുള്ള പ്രണയം പൂർണ്ണമാകാതെയാണ് മണിച്ചിത്രത്താഴ് അവസാനിച്ചത്. അതിൽ തുടർച്ചയെന്നോണം എന്നെങ്കിലും ഈ സിനിമയുടെ രണ്ടാം ഭാഗം ആഗ്രഹിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് മറുപടി നൽകിയാണ് വിനയ പ്രസാദ് ഇന്ത്യൻ സിനിമ ഗാലറിക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി. തീർച്ചയായും ഞാനൊരു രണ്ടാം ഭാഗത്തിന് ആഗ്രഹിച്ചിരുന്നു. എനിക്ക് സത്യത്തിൽ മണിച്ചിത്രത്താഴ് സിനിമയുടെ സ്റ്റോറി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഈ സിനിമയിൽ ഒരു നാഗവല്ലിയുണ്ട്, ചൊവ്വാദോഷമുള്ള ശ്രീദേവിയും സണ്ണിയുമുണ്ട്. അങ്ങനെയുള്ളപ്പോൾ അടുത്ത ഭാഗം വന്നാൽ എന്താകും അതിലുണ്ടാകുക? അപ്പോഴും ആ കഥാപാത്രങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അല്ലേ രണ്ടാം ഭാഗം കാര്യമാകുകയുള്ളൂ. എന്താകും അവരുടെ ജീവിതത്തിൽ ഇനിയും വരാൻ പോകുന്ന പ്രശ്നമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. അങ്ങനെ ഞാൻ എന്റേതായ ഒരു സ്ക്രീൻ പ്ലേ ഉണ്ടാക്കി. അത് എന്റെ കയ്യിലുണ്ട്. തൽക്കാലം അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല. ചിരിച്ചുകൊണ്ട് അവർ പറഞ്ഞു, അത് നമുക്ക് പിന്നീട് പറയാം. വിനയ പ്രസാദ് പറയുന്നു.